ലീഗൽ പ്രസത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൈവശത്തിലുള്ള ഭൂമി നിങ്ങളുടേതാണെന്ന് ആര് പറഞ്ഞു? ഇത് ചോദിക്കുന്നത് മറ്റാരുമല്ല, NLRMP പദ്ധതിയുടെ ചുമതലക്കാരനായിരുന്ന ശ്രീ ബിജു പ്രഭാകർ IAS ആണ്. മനോരമ ബുക്സിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് ചോദിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ കൈവശത്തിലുള്ള ഭൂമി മറ്റൊരാൾ കയ്യേറിയാൽ നമുക്ക് ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥ. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. ഇവിടെ ഡിജിറ്റൽ സർവേ എന്തിന്? ലാൻഡ് ടൈറ്റിലിങ്ങിന്റെ ആവശ്യകത എന്ത്? ഡിജിറ്റൽ സർവേക്ക് അന്ത്യമായി എന്ന വാർത്തയിലെ വാസ്തവം എന്ത്? നമ്മുടെ ഭൂമി സംരക്ഷിക്കുന്നതിന് ഉടൻ വരേണ്ട കാതലായ മാറ്റം എന്ത്? നിലവിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? നമ്മുടെ നാട്ടിൽ ഭൂമി വാങ്ങുന്നത് നല്ല നിക്ഷേപ രീതിയാണോ? എന്നിങ്ങനെയുള്ള സമകാലീനവും പ്രസക്തവുമായ ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേ DC. ആദ്യം നമുക്ക് ശ്രീ ബിജു പ്രഭാകറിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഒരു ഭൂമി നമ്മുടെ കയ്യിൽ ഇരിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ മതിൽ കെട്ടിയത് കൊണ്ട് മാത്രമാണ്. മതിൽ കെട്ടി നമ്മുടെ വീടിന്റെ പേര് വെച്ചേക്കുന്നതുകൊണ്ട് മാത്രമാണ്. ആളുകളെല്ലാം വിചാരിക്കും എന്റെ കയ്യിൽ ഒരു പ്രമാണമുണ്ട്, നമ്മുടെ പ്രമാണത്തിൽ എഴുതുന്നതാണ്. There is something called land titling, that the government is giving guarantee for land titles. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സുപ്രീം കോടതി വരെ എത്തിയ ഒരു വസ്തു തർക്കത്തിന് അടിസ്ഥാനവും ഇത് തന്നെയായിരുന്നു. ഭൂമിക്ക് ശരിയായ രേഖകളില്ല. ഒരേ ഭൂമി തന്നെ രണ്ടു പേർ രണ്ട് രീതിയിൽ കച്ചവടം നടത്തുകയാണ്. അതിൽ അവസാനം അവകാശികളിൽ നിന്നും വില വാങ്ങിയ ആൾ കേസിൽ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് ഒരാൾ തോൽക്കുന്നുമുണ്ട്. അദ്ദേഹം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊടുത്ത് തന്നെയാണ് ശരിക്കും ഭൂമി വാങ്ങിയത്. പക്ഷേ കേസിൽ തോറ്റ് പണം നഷ്ടപ്പെടുന്ന അവസ്ഥ. അവിടെ രജിസ്റ്റർ ചെയ്യാത്ത പവർ ഓഫ് അറ്റോർണിയാണ് അദ്ദേഹത്തെ ചതിച്ചത്. ഭൂമിയുടെ രേഖകൾ കൃത്യമാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. പണ്ട് കാലത്ത് 1800കളിൽ ബ്രിട്ടീഷുകാരാണ് ആദ്യമായി ഭൂമി സർവേ ചെയ്ത് റവന്യൂ റെക്കോർഡുകൾ തയ്യാറാക്കിയത്. അതിനുശേഷം കാലാകാലങ്ങളിലുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തി അത് പരിഷ്കരിക്കണം എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. അതിനായി ജമാബന്ദി സിസ്റ്റവും നടപ്പിലാക്കി. ഭൂമിയിൽ അപ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ വില്ലേജ് തലത്തിൽ തന്നെ ക്രമപ്പെടുത്തി രേഖകൾ കൃത്യതയുള്ളതാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനായി സർവേ കോഴ്സ് പഠിച്ചവരെ വില്ലേജ് ഓഫീസുകളിൽ നിയമിച്ചിരുന്നു. എന്നാൽ ഗവൺമെന്റ് പിന്നീട് അത് നിർത്തലാക്കുകയും സർവേ യോഗ്യതയില്ലാത്തവരെ വില്ലേജ് ഓഫീസുകളിൽ നിയമിക്കുന്ന രീതി വരികയും ചെയ്തു. വില്ലേജ് ജീവനക്കാർക്ക് ചെറിയ സർവേ പരിശീലനമൊക്കെ നൽകുന്നുണ്ടെങ്കിലും ഭൂമി സർവേ ചെയ്ത് റെക്കോർഡ് തയ്യാറാക്കാനുള്ള അധികാരം അവരിൽ നിന്നും എടുത്തു കളഞ്ഞു. അത് സർവേ പഠിച്ചു പാസ്സായ സർവേയർമാർക്ക് മാത്രമായി നിജപ്പെടുത്തി. സർവേ പഠിച്ചവർ ഒറ്റയടിക്ക് കേരളത്തിലെ എല്ലാ ഭൂമിയും സർവേ ചെയ്ത് കൃത്യത വരുത്താം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സർവേ വകുപ്പ് ആരംഭിച്ച് കേരളമൊട്ടാകെ സർവേ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സർവേ ചെയ്യുന്ന രീതി നിലവിൽ വന്നു. റീസർവേ എന്നാണ് ഇതിന് പറയുന്നത്. എന്നാൽ പിന്നീട് റീസർവേയിൽ സർവേ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ച മെല്ലെപ്പോക്ക് കാരണം റീസർവേ എങ്ങും എത്തിയില്ല. കുറച്ച് വില്ലേജുകളിൽ റീസർവേ നടപ്പിലാക്കിയെങ്കിലും റീസർവേ പൂർത്തിയാക്കാത്ത വില്ലേജുകളുടെ അവസ്ഥ വളരെ പരിതാപകരമായി തുടരുന്നു. ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയ രേഖകളെല്ലാം നശിച്ചു പോകുകയും ചെയ്തു. റീസർവേ കഴിഞ്ഞ സ്ഥലങ്ങളിലും പിന്നീട് പരാതികളുടെ പ്രളയമായിരുന്നു. ഭൂമികളെല്ലാം ഉദ്യോഗസ്ഥരുടെ ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ എഴുതി ചേർത്തു. മിക്കതും സർക്കാർ ഭൂമി എന്ന് എഴുതിയിട്ടു. അങ്ങനെ പ്രയാസം വന്നവർ ഈ സർവേയർമാരുടെ പിന്നാലെ നടന്ന് ജീവിതം തകർന്നു. ചിലർ കൈമടക്കുകളും പാരിതോഷികങ്ങളും ഒക്കെ ഓഫർ ചെയ്ത് കാര്യം നേടിയവരും ഉണ്ട്. സാധാരണക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തു. ചിലർ ഓഫീസ് ആക്രമിച്ച് ജയിലിലായി. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിട്ടിട്ടും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സർവേ രേഖ റീസർവേ ചെയ്ത് പൂർത്തിയാക്കാനായില്ല. ഇങ്ങനെ റീസർവേ ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോയി. ആൻ അൺഫിനിഷ്ഡ് അജണ്ട. അപ്പോഴാണ് ഇതിനൊരു പരിഹാരവുമായി ആധുനിക സാങ്കേതിക വിദ്യ സമന്വയിപ്പിച്ച് ഡിജിറ്റൽ സർവേ നടപ്പാക്കാമെന്ന നൂതന ആശയം വരുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലത് വലിയ ആഘോഷമാക്കി ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. ഇത് വളരെ ലളിതമായ ഏർപ്പാടാണ്. ഒരു വടി കൊണ്ടുവന്ന് നമ്മുടെ ഭൂമിയുടെ 4 മൂലയിലും വെച്ചാൽ മാത്രം മതി. നമ്മുടെ ഭൂമിയുടെ സ്കെച്ച് ലഭിക്കും. വടി എന്ന് വെച്ചാൽ അതൊരു റോവർ സ്റ്റിക്കാണ്. അത് സ്വയം ഗ്ലോബൽ പൊസിഷനിങ് നിർവഹിച്ചു കൊള്ളും. നമ്മുടെ പുരയിടത്തിന്റെ ഉള്ളിലൊന്നും കയറി അളക്കേണ്ടതില്ല. അതിർത്തി ലൈനിലെ മൂലകളും ബെൻഡ് പോയിന്റുകളും മാത്രം മാർക്ക് ചെയ്താൽ മതി. അത് സേവ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇത് കൃത്യമായ സ്കെച്ചായി മാറും. ഈ സർവേ നടപടികൾ വളരെ വേഗം മുന്നോട്ട് പോയി.
ഈ ഡിജിറ്റൽ സർവേ കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടത്തിയത്. അതിനായി കോടിക്കണക്കിന് രൂപ വിലയുള്ള ആധുനിക ഉപകരണങ്ങളും വാങ്ങിക്കൂട്ടി. പുതിയ ഓഫീസുകളും തുറന്നു. കൂടുതൽ ജീവനക്കാരെയും നിയോഗിച്ചു. വാഹനങ്ങളും വാടകയ്ക്കെടുത്തു. ജനകീയ കമ്മിറ്റികളും രൂപീകരിച്ചു. ലോകമെമ്പാടും സ്വീകരിച്ചിട്ടുള്ള ലാൻഡ് ടൈറ്റിലിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ ഡിജിറ്റൽ സർവേ. ലാൻഡ് ടൈറ്റിലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിക്ക് കൃത്യമായ ഒരു രേഖ സർക്കാർ അനുവദിക്കും. അതൊരു സ്മാർട്ട് കാർഡായിരിക്കും, പ്രോപ്പർട്ടി കാർഡ്. അത് ഉടമസ്ഥത സംബന്ധിച്ച ഒരു കൺക്ലൂസീവ് പ്രൂഫാണ്. ഇത് ഭൂമിയുടെ ഉടമസ്ഥത ഗ്യാരണ്ടി ചെയ്യുന്നു. ഉടമസ്ഥത നഷ്ടപ്പെട്ടാൽ സർക്കാർ അതിന് കോമ്പൻസേഷൻ തരേണ്ടി വരും. ഭൂമിയുടെ ഉടമസ്ഥത ഗ്യാരണ്ടി ചെയ്യുന്ന നിയമമാണ് ലാൻഡ് ടൈറ്റിലിംഗ്. ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. എല്ലാ ഭൂമിയും അതിർത്തി തർക്കങ്ങളില്ലാതെ നിലവിലുള്ളതായി പ്രഖ്യാപിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ പ്രഖ്യാപിച്ചാൽ അതിർത്തി തർക്കം ഇല്ല, അവകാശ തർക്കവും ഇല്ല. നമ്മുടെ കൈവശത്തിലുള്ള ഭൂമിക്ക് മാത്രമേ നമുക്ക് ടൈറ്റിൽ കിട്ടൂ. ആധാരത്തിനേക്കാൾ കൂടുതലുണ്ടെങ്കിലും കിട്ടും. കുറവുണ്ടെങ്കിൽ നമ്മൾ സഹിക്കണം. കൈവശ സ്ഥിതിയാണ് പ്രധാനം. എന്നിരുന്നാലും ഭൂമിക്ക് കൃത്യമായ ഒരു കണക്ക് വരും. ഇവിടെ സർവേ വകുപ്പ് സെക്ഷൻ 13 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഭൂമിയുടെ ടൈറ്റിൽ തർക്കരഹിതമായി പ്രഖ്യാപിക്കുന്നത്. അതിൽ തർക്കമുള്ളവർക്ക് ലാൻഡ് ടൈറ്റിലിംഗ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ്. അതൊരു ട്രൈബ്യൂണലാണ്, ചെറിയൊരു കോടതി. ആ കോടതി അത്യാവശ്യമുള്ള തെളിവുകളെടുത്ത് അന്തിമമായി തീർച്ചപ്പെടുത്തും. അതിൽ 1 മാസത്തിനകം അപ്പീൽ ഫയൽ ചെയ്തില്ലെങ്കിൽ അത് തികച്ചും ഫൈനലായിരിക്കും. പിന്നീട് ഇന്ത്യയിലെ ഒരു കോടതിയിലും തർക്കം ഉന്നയിക്കാനാവില്ല. ഭൂമിയുടെ അവകാശ തർക്കവുമായി ആർക്കും സിവിൽ കോടതിയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ലോകം മുഴുവനും അംഗീകരിച്ച മനോഹരമായ ഒരു സിസ്റ്റമാണ്. ഭൂമിയുടെ കൃത്യമായ കണക്ക് ഗവൺമെന്റ് സൂക്ഷിക്കണം. പക്ഷേ അതിന് ഡിജിറ്റൽ സർവേ കഴിയണം എന്നൊരു കടമ്പയുണ്ട്. ജനങ്ങൾ ആഗ്രഹിച്ച് നടപ്പിലാക്കുന്ന ഈ ഡിജിറ്റൽ സർവേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പാരവെച്ച മട്ടാണ്. 31/7/2026 സർവേ ഡയറക്ടറുടെ കത്തിൽ ഇതിൻ്റെ സൂചനകളുണ്ട്. ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് സ്കെലിട്ടൺ സ്ട്രെങ്ത് മാത്രം നിലനിർത്തിയിട്ട് ജീവനക്കാരെ പിരിച്ചുവിട്ട് ഓഫീസുകൾ പൂട്ടാനാണ് 31/7/2026 കത്തിൽ പറയുന്നത്. ക്യാമ്പ് ഓഫീസുകൾ 1/8/2026 മുതൽ തുടരേണ്ടതില്ലെന്നും ഉത്തരവിൽ പറയുന്നു. വാഹനങ്ങൾ തിരികെ നൽകി. ജീവനക്കാരെ പിരിച്ചുവിട്ടു. അവർ സമരം ചെയ്യുന്നതും നമ്മൾ കണ്ടു. 2026 ഒക്ടോബർ 26 അന്തിമ കട്ട് ഓഫ് ഡേറ്റായും പറയുന്നുണ്ട്. എന്നിരുന്നാലും റവന്യൂ മന്ത്രി ശ്രീ AP അനിൽകുമാർ പറയുന്നത് പുതിയ സംവിധാനം കൊണ്ടുവരുമെന്നും പദ്ധതി തുടരുമെന്നുമാണ്. ഡിജിറ്റൽ സർവേ സംബന്ധിച്ച നിരവധി സംശയങ്ങൾ ലീഗൽ പ്രിസം ചാനലിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതൊരു പൊതു മറുപടിയായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ഗവൺമെന്റിന് പുതിയ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ലാൻഡ് ടൈറ്റിലിംഗ് ഒരു കോമൺ ഫ്രെയിംവർക്കിന്റെ ഭാഗമാണ്. ഇത് രാജ്യമൊട്ടാകെ നടപ്പിലാക്കുന്ന ഒരു ലാൻഡ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഏതെങ്കിലും സംസ്ഥാനത്തിന് വേണമെങ്കിൽ അതിൽ നിന്നും വിട്ടുനിൽക്കാം. ഭരണഘടന 7th ഷെഡ്യൂളിലെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് വിട്ടുനിൽക്കാം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഇവയാണല്ലോ 3 വിഭവങ്ങൾ. ഇതിൽ ലാൻഡ് എന്തിനു കൊള്ളാം എന്ന് ചോദിച്ചാൽ ലാൻഡ് റെന്റും റവന്യൂവും ഉൽപ്പാദിപ്പിക്കാൻ കൊള്ളാം എന്നാണ് ഉത്തരം. ലളിതമായി പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനാകും. അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ വിഹിതമാണ് ടാക്സായി ഗവൺമെൻറ് വാങ്ങിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ലാഭകരമായ പ്രവർത്തനങ്ങൾക്കായി ഭൂമി ആൾക്കാർക്ക് കൈവശം വയ്ക്കാൻ കൊടുക്കുന്നത്. അവർ അത് കൈവശം വെച്ച് ഉൽപാദനപരമായ രീതിയിൽ ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കണമെന്നാണ് നിയമം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഭൂമി കൈവശം വെച്ച് അലസതയോടെ ഇരിക്കാൻ പാടില്ല. ലാൻഡ് തരിച്ചിടാൻ പാടില്ല. അതൊരു കുറ്റകരമായ അലംഭാവമാണ്. അങ്ങനെ വന്നാൽ രാഷ്ട്രത്തിൻ്റെ GDPയിലൊക്കെ വലിയ ഇടിവ് സംഭവിക്കും. ഒരു രാഷ്ട്രത്തിലെ കൃഷിഭൂമിയെല്ലാം ജനങ്ങൾ കൈക്കലാക്കി തരിച്ചിട്ടിരുന്നാൽ ആ രാഷ്ട്രം കാർഷികോൽപാദനമില്ലാതെ തകർന്നു പോയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഭൂമി ഉപയോഗിക്കാതെ തരിച്ചിടുന്നതിനെ ഗവൺമെൻറ് എതിർക്കുന്നത്. സർക്കാർ ഭൂമി കൃഷിക്കും ഹൗസ് സൈറ്റിനുമായി പതിച്ചു നൽകാറുണ്ട്. സർക്കാരിൽ നിന്നും പട്ടയം കിട്ടിയ സ്ഥലം 1 വർഷത്തിനകം ഏത് ആവശ്യത്തിനാണോ പട്ടയം കിട്ടിയത് ആ ആവശ്യത്തിന് ഉപയോഗിച്ചിരിക്കണം എന്ന് പട്ടയത്തിൽ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ ആ സ്ഥലം പട്ടയം റദ്ദ് ചെയ്ത് സർക്കാർ തിരികെ എടുക്കും എന്നാണ്. നെൽവയൽ സംരക്ഷണ നിയമം നോക്കാം. അവിടെ പ്രാദേശിക നിരീക്ഷണ സമിതി പ്രവർത്തിക്കുന്നുണ്ട്.
LLMC എന്നാണ് ചുരുക്കി പറയുന്നത്. ഈ LLMCക്ക് തരിച്ചിട്ടിരിക്കുന്ന നെൽവയൽ പിടിച്ചെടുക്കാനും അത് മറ്റ് കൃഷിക്കാർക്ക് നൽകി കൃഷി ചെയ്യിക്കാനുമുള്ള അധികാരമുണ്ട്. ഒരു നെൽവയൽ ഫലഭൂയിഷ്ഠമായ മണ്ണും വെള്ളത്തിന്റെ സാന്നിധ്യവും കൊണ്ട് സവിശേഷമാണ്. അത് കൃഷിക്ക് അനുയോജ്യമായതാണ്. അവിടെ കൃഷി മാത്രമേ ചെയ്യാവൂ എന്നാണ് നിയമം പറയുന്നത്. അത് വീട് വയ്ക്കുന്നതിനുള്ള റെസിഡൻഷ്യൽ പ്ലോട്ടാക്കി മാറ്റാൻ ആവില്ല. അവിടെ ഉടമയോട് കൃഷി ചെയ്യാൻ LLMCക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇത് നെൽവയൽ സംരക്ഷണ നിയമത്തിന്റെ സെക്ഷൻ 15 പറയുന്നത്. അത് കഴിഞ്ഞിട്ടും ഉടമ നെൽവയൽ കൃഷി ചെയ്യാതെ തരിശിട്ട് രാജ്യത്തിന്റെ കാർഷിക ഉൽപാദനത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് എന്നിരിക്കട്ടെ. എങ്കിൽ LLMC ഇടപെട്ട് ആ സ്ഥലം കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരെ കൊണ്ട് കൃഷി ചെയ്യിക്കാനുള്ള നടപടികളിലേക്ക് പോകണമെന്നാണ് നിയമം തുടർന്ന് പറയുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾ, സ്വയം സഹായ സംഘങ്ങൾ, കർഷക സംഘങ്ങൾ, പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവരെ കൊണ്ട് കൃഷി ചെയ്യിക്കാവുന്നതാണ്. അതിന് ഉടമ തടസ്സം നിൽക്കുകയാണെങ്കിൽ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റിന് അത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സെക്ഷൻ 16 പറയുന്നത്. അതുപോലെ ഏലം കൃഷിക്ക് നീക്കിവെച്ച ഭൂമികൾ, പുകയില കൃഷിക്ക് നൽകിയ ഭൂമി, റബ്ബർ കൃഷിക്ക് നൽകിയ ഭൂമി, തേയില കാപ്പി കൃഷിക്ക് നൽകിയ ഭൂമി ഇവയെല്ലാം അതേ ആവശ്യത്തിന് തന്നെ വിനിയോഗിക്കണം എന്നാണ്. ഇങ്ങനെ ഭൂമി ഏത് ആവശ്യത്തിനാണോ നീക്കി വെച്ചിരിക്കുന്നത് ആ ആവശ്യത്തിന് തന്നെ നിരന്തരം വിനിയോഗിച്ചു കൊണ്ടിരിക്കണം. ലാൻഡ് മാത്രമല്ല, അതിലെ കെട്ടിടവും നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കണം എന്നാണ് നിയമം. കെട്ടിടം ഉപയോഗിക്കാതെ അടച്ചിട്ടിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. കേരള ബിൽഡിംഗ്, ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരമാണ് ഈ നിയന്ത്രണം. താമസ വീട് ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്നാൽ അക്കോമഡേഷൻ കൺട്രോളറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും അത് ഉടൻ പിടിച്ചെടുത്ത് ആവശ്യക്കാർക്ക് മിതമായ നിരക്കിൽ റെന്റിന് നൽകുന്നതിന് നടപടി സ്വീകരിക്കേണ്ടതുമാണ്. ഗവൺമെന്റ് എപ്പോഴും യൂണിവേഴ്സൽ ലാൻഡ് ലോഡ് ആയിരിക്കും. ഏത് ഭൂമിയിലും കെട്ടിടത്തിലും അതിൻ്റെ ഉപയോഗക്രമം നിയന്ത്രിക്കാനുള്ള അധികാരം നിയമം വഴി നിലനിർത്തിയിരിക്കും. നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും ലാൻഡിൻ്റെയും കെട്ടിടത്തിൻ്റെയും നിയന്ത്രണം ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഏറ്റെടുക്കുന്ന സ്ഥലം 12 വർഷം നിരാക്ഷേപമായി കൈവശം വയ്ക്കുന്നയാളിന് ഉടമസ്ഥത കൈവരും എന്നാണ് നിയമം പറയുന്നത്. ഒരു നെൽവയൽ കൃഷി ചെയ്യാനുള്ളതാണ്. അത് ഉടമ കൃഷി ചെയ്യാതെ തരിശിട്ടിരിക്കുന്നു. ഗവൺമെന്റ് അത് ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നു. അത് ഉടമ തിരികെ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അത് ഗവൺമെന്റ് വകയായി തീരും. അത് കൃഷിക്കാർക്ക് പതിച്ചു നൽകാം. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ ആ സ്ഥലം ഉടമ തിരികെ എടുത്ത് ഉടമ തന്നെ കൃഷി ചെയ്ത് കൈവശം വയ്ക്കണം. ഇത് പറയുന്നത് 1964 കേരള എസ്റ്റേറ്റ് ആൻഡ് ഫോർഫീച്ചർ ആക്ടിലെ സെക്ഷൻ 11A ഉടമ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന ലാൻഡഡ് പ്രോപ്പർട്ടി കണ്ടുകെട്ടിയാണ് സർക്കാരിലേക്ക് എടുക്കുന്നത്. ഇതിനുള്ള ഒരു നോട്ടീസ് ഗസറ്റിൽ ഇട്ടിരിക്കും. അത് നമ്മൾ കാണണമെന്നില്ല. എന്നാൽ കാണാനിടയായാൽ തർക്കം ഉന്നയിക്കുകയും ഭൂമി 1 വർഷത്തിനകം ഉപയോഗിച്ചു കൊള്ളാമെന്ന് ബോണ്ട് നൽകുകയും ചെയ്താൽ ഭൂമി തിരികെ ലഭിക്കും. അല്ലാത്ത പക്ഷം അത് ഗവൺമെന്റ് ഭൂമിയായി കണ്ടുകെട്ടി കൈവശം എടുക്കും. പിന്നീട് ഭൂമിയുടെ ഉപയോഗക്രമം അനുസരിച്ച് ആവശ്യക്കാർക്ക് പതിച്ചു നൽകും. ഇത് ബോണ വേക്കൻഷ്യ എന്ന നിയമതത്വമാണ്. എന്ന് പറഞ്ഞാൽ ഭൂമി ആരാണോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അത് അവനുള്ളതാണ്. അത് പിടിച്ച് കൈക്കലാക്കി ഉപയോഗശൂന്യമാക്കി വയ്ക്കാൻ നിയമം ആരെയും അനുവദിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പറയൂ, നമ്മുടെ നാട്ടിൽ നിക്ഷേപം എന്ന നിലയിൽ വസ്തു വാങ്ങി ഉപയോഗിക്കാതെ ഇടുന്നത് എത്രത്തോളം സേഫ് ആണെന്ന്. അതുപോലെ ഉപയോഗിക്കാതെ കാട് പിടിച്ചു കിടക്കുന്ന പ്രോപ്പർട്ടികളെല്ലാം കൈവശമെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ടോ എന്ന്. ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഗവൺമെന്റ് ഈസ് ദ യൂണിവേഴ്സൽ ലാൻഡ് ലോഡ് പ്രിൻസിപ്പിൾ അനുവർത്തിച്ചു വരുന്നു. ഇന്ത്യ പോലെ ജനസംഖ്യ കൂടുതലുള്ള ചൈനയിലൊക്കെ ഇത് വളരെ സ്ട്രിക്റ്റ് ആണ്. അവിടെ അർബൻ ഏരിയയിലെല്ലാം ഗവൺമെന്റ് ഭൂമി മാത്രമേ ഉള്ളൂ. കളക്റ്റീവ് ഓണർഷിപ്പ് വരുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. വീട് വയ്ക്കാനുള്ള അവകാശം 50 വർഷത്തേക്ക് വാങ്ങണം. 50 വർഷം കഴിയുമ്പോൾ അവകാശം അവസാനിക്കും. വീണ്ടും പുതുക്കി വാങ്ങാം. കൃഷിഭൂമി തരിശിട്ടാൽ കുറ്റമാണ്. അതിന് തരിശിട്ടതിനുള്ള പിഴയടയ്ക്കണം. 2 വർഷത്തിലകം തരിശിട്ടാൽ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കും. നമ്മുടെ നാട്ടിലും നിയമം ഏതാണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ്. എന്നാൽ കൃത്യമായ ലാൻഡ് റെക്കോർഡ് ഗവൺമെന്റിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സ്ട്രിക്റ്റായി നടപ്പിലാക്കാനാകുന്നില്ല എന്നേ ഉള്ളൂ. അതിനാണ് ഡിജിറ്റൽ സർവേ. അതുകൊണ്ട് ഡിജിറ്റൽ സർവേ ഇപ്പോൾ മന്ദഗതിയിലായാലും അത് വരിക തന്നെ ചെയ്യും എന്ന് പറയുന്നു. രാജ്യത്തിന് കൃത്യമായ ഭൂരേഖകൾ ഇല്ലാതെ അതിൻ്റെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയില്ല. ബ്രിട്ടീഷുകാർ കുടിയൊഴിഞ്ഞു പോയിട്ടും ഹാരിസൺ പോലുള്ള ബ്രിട്ടീഷ് കമ്പനികളുടെ കൈവശം തിരികെ പിടിക്കാൻ കഴിയാതെ പോകുന്നതും ലാൻഡ് റെക്കോർഡുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്.
കോടതികളും ഉദ്യോഗസ്ഥരുമെല്ലാം ഇരുട്ടിൽ തപ്പുന്നു. ലാൻഡ് റെക്കോർഡുകൾ നശിപ്പിക്കപ്പെടുന്നതും റീസർവേ അൺഫിനിഷ്ഡ് അജണ്ടയാകുന്നതും ഗൗരവമായി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഈ ഇൻഫർമേഷൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് സഹായിച്ചാൽ സന്തോഷം. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേ DC.